ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫിബ. 2020 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് മുതിർന്ന താരങ്ങൾ പടിയിറങ്ങുമ്പോൾ അവർക്ക് പകരം ആര് എന്നൊരു ചോദ്യം ഉയരുകയാണ്. ടീമിനെ ആര് നയിക്കും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ എല്ലാവർക്കുമിടയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. 2020 വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ സിംബാബ്വെ പര്യടനവും പൂർത്തിയായിരിക്കുകയാണ്. സിംബാബ്വെ പര്യടനത്തിന് വേണ്ടി ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രീം ടീമാണ് ഇറങ്ങിയത്. എന്നാൽ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഗില്ലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിന് മറ്റുള്ള 4 മത്സരങ്ങളും ജയിച്ച് അവർക്ക് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് തന്നെ കാണാൻ പറ്റും. ഇന്ത്യയുടെ കാര്യം മൊത്തത്തിൽ പറയുമ്പോൾ അവർക്ക് 4 ഓപ്പണേഴ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബാറ്റ്സ്മാൻമാരുടെ കാര്യം പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു ടീമായിരുന്നു ഇന്ത്യയുടേത്. ബൗളർമാരും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരൊക്കെയാകും ടീമിൽ നിലനിൽക്കുക എന്നൊരു ചോദ്യം ഉയരുകയാണ്. MS ധോണി വിരമിച്ചതിന് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ജഡേജയും ഈ വേൾഡ് കപ്പോടെ വിരമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇന്ത്യൻ ടീമിൽ ഇവരെയൊക്കെ സ്ഥാനം നിലനിർത്താൻ ആർക്കൊക്കെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ചോദ്യം. വിക്കറ്റ് കീപ്പറിൻ്റെ സ്ഥാനവും അതുപോലെ ഒരു ഓപ്പണറിൻ്റെ സ്ഥാനവും 1 ഡൗൺ ബാറ്റ്സ്മാനും അതുപോലെ ഒരു ഓൾറൗണ്ടറും ഒക്കെ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ്. നിലവിലെ ഇന്ത്യയുടെ സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വലും ഗില്ലും അഭിഷേക് ശർമ്മയും ഒക്കെയാണ് ഓപ്പണർ. അതുപോലെ ഗെയ്ക്വാഡുമുണ്ട്. ഇതിൽ ആർക്കൊക്കെ അവരുടെ സ്ഥാനങ്ങൾ 2020 ടീമിൽ ഉറപ്പിക്കാൻ പറ്റും എന്നൊരു മത്സരം തന്നെയാണ് എല്ലാവർക്കിടയിലും ഇപ്പോൾ നടക്കുന്നത്. ഗെയ്ക്വാഡും സൂര്യകുമാർ യാദവും കൂടെ ചേരുമ്പോൾ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ നിര വളരെ ശക്തമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മിഡിൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെയും റിങ്കു സിംഗും അതുപോലെ ഓൾറൗണ്ടേഴ്സായ ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിങ്ടൺ സുന്ദർ ഇവർ കൂടെ വരുന്നതോടെ ഇന്ത്യയുടെ മിഡിൽ ഓർഡറും വളരെ ശക്തമാകുന്നു. പോരാത്തതിന് വിക്കറ്റ് കീപ്പർമാരായ സഞ്ജു സാംസൺ, പന്ത്, രാഹുൽ എന്നിവർ കൂടെ ഉള്ളപ്പോൾ വിക്കറ്റ് കീപ്പറിൽ ആർക്കായിരിക്കും കൂടുതൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതൊരു ചോദ്യമാണ്. KL രാഹുൽ 1 ഡേ മാച്ചിലെ ക്യാപ്റ്റനാണ് എന്നൊരു ഇതുവരെ വാർത്ത വരെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തോ അല്ലെങ്കിൽ സഞ്ജു സാംസണോ ആകും 2020 ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുക എന്നൊരു ഉറപ്പുണ്ട്. ഇന്ത്യയുടെ ബൗളിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് സത്യം പറഞ്ഞാൽ ബുംറയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഒരു ബൂം ബുംറ എന്ന് പറയുന്ന രീതിയിലൊരു വളരെ ശക്തമായ ഒരു പ്ലെയർ തന്നെയാണ് ബുംറയുടെ ബൗളിങ്ങിന് മുന്നിൽ ബാറ്റ്സ്മാൻമാർ വളരെ അടിപതറുന്നത് കണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഉടനീളം വേൾഡ് കപ്പിൽ കണ്ടത്. ബുംറയും അർഷ്ദീപും മുകേഷ് കുമാറും അതുപോലെ ആവേശ് ഖാനും ദേശ്പാണ്ഡെയും സിറാജും കൂടെയൊക്കെ ആകുമ്പോൾ ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളിംഗ് നില വളരെ ശക്തമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്വാളിറ്റി സ്പിന്നറായ കുൽദീപ് യാദവും ചാഹലും കൂടെ ആകുമ്പോൾ ഇന്ത്യൻ ടീം വളരെ ശക്തരാണ്. എന്നാൽ ഇവരിൽ ആരൊക്കെ നിലനിൽക്കും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ഇവർ തമ്മിലൊരു യഥാർത്ഥത്തിലൊരു മത്സരം തന്നെ നടക്കുകയാണെന്ന് പറയാം. കാരണം ആർക്കൊക്കെ ആരുടെയൊക്കെ സ്ഥാനം നിലനിർത്താൻ സാധിക്കും. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ വേണ്ടത് ഒരു ഓപ്പണറും അതുപോലെ രോഹിത് ശർമ്മയുടെ റോൾ നികത്താൻ പറ്റിയൊരു ഓപ്പണറിനെയാണ് വേണ്ടത്. അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ധോണിയുടെ സ്ഥാനം നിർത്താൻ പറ്റിയൊരു വിക്കറ്റ് കീപ്പർ വേണം. വിരാട് കോഹ്ലിയുടെ ഷൂ ആർക്കണിയാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത്രയും നല്ലൊരു സ്ട്രൈക്ക് പ്ലെയറും സമ്മർദ്ദത്തിൽ പോലും കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറും കൂടിയായിരുന്നു വിരാട് കോഹ്ലി. അപ്പോൾ അതുപോലെ തന്നെ ജഡേജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഓൾറൗണ്ടർ തന്നെയാണ്. അത് വാഷിങ്ടൺ സുന്ദർ ആയാലും അക്സർ പട്ടേൽ ആയാലും ഹർദിക് പാണ്ഡ്യയൊക്കെ ആയാലും ഇന്ത്യയെ ആ ഒരു ലെവലിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും. ഹർദിക് പാണ്ഡ്യ ഓൾറെഡി നിലനിൽക്കുന്ന ടീമിൽ തന്നെ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അക്സർ പട്ടേലോ അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദർ ആകുമോ എന്നാണ് ഒരു ചോദ്യം. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ 2020 ടീമിനെ ഇവരിൽ ആരായിരിക്കും നയിക്കുക? സൂര്യകുമാർ യാദവാണോ ഹർദിക് പാണ്ഡ്യയാണോ എന്നൊരു ചോദ്യചിഹ്നം വരുന്നുണ്ട്. ഹർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് ലെവൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് വാർത്ത കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് എങ്കിൽ സൂര്യകുമാർ ആവും ഇന്ത്യൻ ടീമിനെ നയിക്കുക. ഹർദിക് പാണ്ഡ്യയ്ക്ക് ചിലപ്പോൾ വിശ്രമം കൊടുക്കാനും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.